ലോകമെമ്പാടുമുള്ള വർണ്ണക്കാഴ്ചകൾ മാത്രമല്ല, UAEയുടെ പരമ്പരാഗത ചിത്രങ്ങളും പങ്കുവെക്കുന്നുണ്ട് ദുബായ് ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിലെ ഹെറിറ്റേജ് സൂക്കിൽ നിന്നും MCA നാസർ തയ്യാറാക്കിയ റിപ്പോർട്ട്. पुराना काम है और काम यानी ये सब हाथ का काम बनाता है, लोहार, ब्लैक्समैन. हाँ, ये बहुत पुराना ज़माना 80 साल का पहले ये सिस्टम इधर ही गल्फ में बनाता है. हद्दाद बोलेंगे, हद्दाद अरबी में. हाँ, और हमारा काम है ये यानी रोज़ाना ये बनाता है. चांकू, दास, मसलन ये मनगात, ताव मल के हवा कुल शुक्र. ആധുനിക വിപണി സാധ്യതകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുക, അപ്പോൾ തന്നെ പരമ്പരാഗത വിപണിയുടെ ആ ചൈതന്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. അതാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഹെറിറ്റേജ് വില്ലേജ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. കുട്ടികൾക്കെല്ലാം കാട്ടാനുള്ളത്, കാണിക്കാനുള്ളത്. കുട്ടികൾ ഇതുവരെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ അതായത് കൊണ്ട് അവർക്ക് കാട്ടിക്കാനുള്ള നല്ലൊരു വേദിയാണിത്. ഹെറിറ്റേജ് വില്ലേജിൽ പരമ്പരാഗത ഹലുവ നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുകയാണ്. ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ വന്നേ വൈകിട്ട്. അപ്പോൾ ഇവിടെ ഒരു കൊച്ച് ട്രഡീഷണൽ ഒരു സ്റ്റോറിൽ ഒമാനി ഹൽവ കഴിച്ചു. അതിൻ്റെ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ഹലുവയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല രസമുണ്ട്. തേൻ വിഭവങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ദുബായ് ഹത്ത എന്ന ഗ്രാമം. അവിടെ നിന്നുള്ള തേൻ ഉൽപ്പന്നങ്ങളാണ് ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത. അറബ് സുഗന്ധദ്രവ്യങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഇതും തേടി നിരവധി പേരാണ് ഹെറിറ്റേജ് വില്ലേജിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആധുനികതയുടെ പ്രയാണത്തിനിടയിലും ഫാൽക്കണയെയും അതോടൊപ്പം തന്നെ ഒട്ടകങ്ങളെയും വിട്ടൊരു കളിയില്ല അറബികൾക്ക്. My name is Günther. We are south of Frankfurt from Germany, and it's a pleasure to be here and to enjoy all the traditional area here with the falcons, with the camels. So that's really a very nice topic, and we really appreciate it. Is the first time you are coming to Global Village? No, it's the third time. We are here for vacation, and it's really nice. കല്ലുകൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത അറബ് ഭവനവും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. പേരനെ സമൂസ ഇസ്മായിൽ നായിക്കണം, നമ്മുടെ അറബാബിൻ്റെ പേര്. ഈ സൈക്കിളില്ലാത്ത കാലത്ത് മുതൽച്ച് തോളിൽ പെട്ടി വരെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ഒരു 99% അറബി കസ്റ്റമറാണ് UAE. പാരമ്പര്യ വിപണിയുടെ പുനരുജ്ജീവനത്തിലൂടെ ഒരു സംസ്കാരത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടിയാണ് UAE ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഉപജീവനത്തിലുള്ള മാർഗമൊരുക്കുക കൂടിയാണ് ഈ അറബ് സൂക്ക്.